അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം പതിവിലും കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. ദുബായിൽ സമ്മർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സൂര്യൻ നേരത്തെ തന്നെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കാറെടുത്ത് നേരെ വിട്ടു ജിമ്മിലേക്ക്. ഇന്നത്തെ ഫോക്കസ് മൊത്തം അപ്പർ ബോഡി ആയിരുന്നു. ഷോൾഡർ പ്രസ്സും പുള്ളപ്സും ചെസ്റ്റ് വർക്കൗട്ടും ഓരോ സെറ്റ് കഴിയുമ്പോഴും ഇന്നത്തേക്കുള്ള ഫുൾ എനർജി ഇന്ന് ഇതിമെന്ന് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഫിക്സ് ചെയ്തത്. വീട്ടിലെത്തി ഫ്രഷായി നേരെ ഓഫീസിലേക്ക്. കുറച്ച് ഓൺലൈൻ മീറ്റിങ്ങുകളും അതേപോലെ തന്നെ പെൻഡിങ് ജോബുകളുണ്ടായിരുന്നു. അത് മൊത്തം തീർത്ത് നേരെ വിട്ട് ലഞ്ച് കഴിക്കാൻ. ഉച്ചയ്ക്ക് ശേഷം അൽ സിന്ദഗ മ്യൂസിയത്തിൽ വെച്ചിട്ട് ഇവൻ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടുത്തെ ഒഫീഷ്യൽസൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർത്തു. ഈവനിങ് ആയപ്പോഴാണ് ഓർമ്മ വന്നത്, ദുബായ് ഡേറ്റ്സ് ഫെസ്റ്റിവൽ 2026 കണ്ടക്ട് ചെയ്യുന്നുണ്ട് അൽനൈൻ റോട്ടിൽ. സത്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഇവൻ്റായിരുന്നു. യുടെ യഥാർത്ഥ പാരമ്പര്യം അടുത്തറിയാൻ ശരിക്കും പറ്റി. ഈത്തപ്പനയും ഈത്തപ്പഴവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. പലതരത്തിലുള്ള ഡേറ്റ്സ് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ സാധാരണ കാണാത്ത വലുപ്പത്തിലും രുചിയിലുള്ളവ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ പല പ്രൊഡക്റ്റുകളും പരീക്ഷിച്ചു. ഓരോ സ്റ്റാളിലും പുതിയൊരു അനുഭവം തന്നെ. പെയിൻറ്റിങ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഓരോ ചിത്രവും ഓരോ കഥ പറയുന്ന പോലെയാണ് അവർ വരച്ചു വെച്ചിട്ടുള്ളത്. മരുഭൂമിയും എമാറാത്തി സംസ്കാരവും ഈ നാടിൻ്റെ ചരിത്രവും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേരം നല്ലൊരു സൺസെറ്റും കിട്ടി. അവിടെ നിന്ന് നേരെ വോളിബോൾ പ്രാക്ടീസിലേക്ക്. വയൽ ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ബുർജ് ഖലീഫ ഒന്ന് കാണാൻ പറ്റി. ആ ഒരു കാഴ്ച മാത്രം മതി ഇന്നത്തെ ദിവസത്തെ ക്ഷീണം മൊത്തം മാറാൻ. പ്രാക്ടീസ് കഴിഞ്ഞ് ടീമിനൊപ്പം കുറച്ച് സമയം ചിലവിട്ടു. പിന്നെ സുഹൃത്തുക്കളോടൊപ്പം കബാബും ലാം ചോപ്സും ഹമ്മൂസും ചേർന്ന് നല്ലൊരു ഡിന്നറും. അങ്ങനെ ഒരുപാട് ചെറിയ അനുഭവങ്ങൾ ചേർന്ന് മറ്റൊരു മനോഹരമായ ദിവസം കൂടി അവസാനിച്ചു. നാളെ എന്താ അവസ്ഥ എന്നുള്ളത് നാളെ കണ്ടറിയാം ഇൻഷാ അല്ലാഹ്.